ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ആർക്കിടെക്ചറൽ ഷോപ്പ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് നമ്മളിന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാനൊരു ആർക്കിടെക്ചറൽ പ്ലാൻ, ഒരു ടവറിൻ്റെ പ്ലാൻ ഞാനിവിടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. നമ്മൾ കാണിക്കാൻ പോകുന്നത് ആ ടവറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ടാണ്, ആ ഒരു എൻട്രൻസ് തൊട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതൊരു ചെറിയൊരു ഷോപ്പിംഗ് മാൾ പോലെ വന്നിട്ട് അതൊരു ടവറിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനകത്ത് ഇപ്പോൾ ഈ ആർക്കിടെക്ചറൽ പ്ലാനെ നമ്മൾ പൊതുവെ ജനറൽ അറേഞ്ച്മെൻറ്റ് പ്ലാൻ ഓർ ജനറൽ അറേഞ്ച്മെൻറ്റ് ലേഔട്ട് എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്നത്. അപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നിന്നാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അതിൽ വേണ്ടതെന്നാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മളൊരു പ്ലാനിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ കോൾ ഔട്ട് നമ്മൾ അതിനെപ്പറ്റിയാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം. അതിനകത്ത് ഫസ്റ്റ് ഇൻഫർമേഷനാണ് ഡീറ്റെയിൽ കോൾ ഔട്ട് എന്ന് പറയുന്നത്. ഈ ഡീറ്റെയിൽ കോൾ ഔട്ട് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ജനറൽ അറേഞ്ച്മെൻറ്റ് പ്ലാൻ എടുത്താൽ അതിനകത്ത് ഒത്തിരി അമ്യൂണിറ്റീസ് കാണും. അതിനകത്ത് സ്റ്റെയർ കേസ് കാണും, ലിഫ്റ്റ് കാണും, ബാത്റൂം കാണും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതെല്ലാം ഒരു ഷീറ്റിൽ നമുക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് നമ്മൾ വേറെ ഷീറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ കാണാം, ഇതൊരു സ്റ്റെയർ കേസ് ആണ്. ഈ സ്റ്റെയർ കേസിൻ്റെ കോൾ ഔട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കോൾ ഔട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു തിക്ക് ലൈൻ, അതായത് ഹിഡൻ തിക്ക് ലൈനിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈലൈറ്റ് കാണണം നമുക്ക്. ഈ സ്റ്റെയറിൻ്റെ കോൾ ഔട്ട് നമ്മൾ ഇപ്പം കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട്, ആ സ്റ്റെയർ കേസിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ലിഫ്റ്റിംഗ് നിങ്ങൾക്ക് കാണാം. ഈ ലിഫ്റ്റിന് സെപ്പറേറ്റ് കോൾ ഔട്ട്. എന്തുകൊണ്ടെന്നാൽ ആ ലിഫ്റ്റിന് സെപ്പറേറ്റ് ഡീറ്റെയിൽ ഉണ്ട്, അതുപോലെ ഈ സ്റ്റെയറിനും സെപ്പറേറ്റ് ഡീറ്റെയിൽ. അത് കാരണമാണ് നമ്മൾ സെപ്പറേറ്റ് കോൾ ഔട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ സ്റ്റെയറിൻ്റെ കോൾ ഔട്ടിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഒരു ലൈൻ കണ്ടോ, ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ടാഗാണ്, ഈ ഡീറ്റെയിൽ ടാഗ് എന്ന് പറയും ഇതിന്. ഈ ഡീറ്റെയിൽ ടാഗ് എന്തിനു വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അടുത്ത വേറൊരു ഷീറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇതെല്ലാ ഇൻഫർമേഷൻസോട് ഈ ഷീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെപ്പറേറ്റ്, ഇതിന് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഈ സ്റ്റെയർ കേസിനെ പറ്റി നമുക്ക് ഇതിൻ്റെ സെക്ഷൻസ് നമ്മൾ ചെയ്യണം. ഇതിൻ്റെ സ്റ്റെപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽ, ഹാൻഡ് റെയിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽ, അതിൻ്റെ ലെവൽസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സ്റ്റെയർ കേസിനെ പറ്റി നമ്മൾ പറയാനുണ്ട്. A502 എന്ന് പറഞ്ഞാൽ ഇത് ഡ്രോയിങ് നമ്പറാണ്. ഈ ഡ്രോയിങ് ഷീറ്റിൽ 3A എന്ന് പറയുന്ന ഡീറ്റെയിലാണ് ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അത് കാരണമാണ് നമുക്കിത് പെട്ടെന്ന് നമ്മൾ കണ്ടു കഴിയുമ്പോഴേ നമുക്ക് ഈ ഷീറ്റിലേക്ക് പോയാൽ മതി, നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ലിഫ്റ്റിലേക്ക് വന്നാൽ ലിഫ്റ്റിൻ്റെ നമ്പർ A516, അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ പ്ലാൻ അത് കാണിച്ചിരിക്കുന്ന കണ്ടോ, ഇതിപ്പോൾ ഇത് അടുത്ത ലിഫ്റ്റാണ്, അതിൻ്റെ കോൾ ഔട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ നമ്മൾ ഷീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്ത സ്റ്റെയർ കേസ്, അങ്ങനെ എല്ലാം. അപ്പോൾ ബാത്റൂമിൻ്റെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സെക്കൻഡിലേക്ക് വരാം. സെക്കൻഡ് എന്തെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ടാഗാണ്. ഡീറ്റെയിൽ ടാഗ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഡീറ്റെയിൽ കോൾ ഔട്ടിൽ തന്നെയാണ് അതിൻ്റെ ഡയൽ ടാഗ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വരുന്നത് ഡയമെൻഷൻസിലേക്കാണ്. ഈ ഡയമെൻഷൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ഡയമെൻഷൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജനറലായിട്ടുള്ള ഡയമെൻഷൻസ്, ആ പ്ലാൻ പറയുന്ന പോലെ തന്നെ ജനറൽ ഡയമെൻഷൻസ്. ഇതിപ്പോൾ ഒരു കോറിഡോറാണ്, കോറിഡോറിൻ്റെ ഇപ്പോൾ ഡയമെൻഷൻസ് ജനറലായിട്ടുള്ള അതിൻ്റെ ലെങ്തും അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്ത്, ഇങ്ങനെയുള്ള ജനറൽ ഡയമെൻഷൻസ്. ഡീറ്റെയിൽ ഡയമെൻഷൻസ് നമ്മൾ ഡീറ്റെയിൽ പേജിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വരുന്ന സ്പേസ് നെയിമാണ്, സ്പേസ് നെയിമും സ്പേസ് ടാഗും. ഇത് കണ്ടോ, ഇതിപ്പോൾ സർവീസ് ലോബി, ഈ സർവീസ് ലോബിയുടെ സ്പേസ് നെയിമാണ് സർവീസ് ലോബി, അതിൻ്റെ സ്പേസ് ടാഗാണ് G38 എന്ന് പറയുന്നത്. ഈ G എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് ഫ്ലോർ ആയത് കാരണമാണ് G ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നാൽ F38 എന്നായിരിക്കും, അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയ S ആയിരിക്കും. അപ്പോൾ ഈ G എന്ന് പറയുന്ന ഗ്രൗണ്ട് ഫ്ലോറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് G നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഈ G38 എന്തിനാണ് ഇതിൻ്റെ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ ഒരു ഫിനിഷിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഫിനിഷിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ഈ G38 എന്ന് പറയുന്ന നമ്പറാണ് അതിനകത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ നേരെ തന്നെ നമ്മളിപ്പോൾ സർവീസ് ലോബിയിൽ നിന്ന് കൊടുക്കും. ഈ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഫ്ലോറും, വോള്, സീലിംഗ്, സ്കേർട്ടിങ്, ഇത്രയും 4 ഫിനിഷസ് നമ്മളാണ് ഫിനിഷിംഗ് ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സർവീസ് ലോബി, നമുക്കിപ്പോൾ സർവീസ് ലോബിയുടെ ഫിനിഷിംഗ് എന്താണെന്ന് അറിയണം. നമ്മൾ നേരെ ഫിനിഷിംഗ് ഷെഡ്യൂൾ, അത് വേറൊരു ഷീറ്റായിരിക്കും. ആ ഡ്രോയിങ്ങിൽ പോയി നമ്മൾ G38 എന്ന് പറയുന്നത് നോക്കുക. G38 നോക്കുമ്പോൾ അതിൻ്റെ നേരെ സർവീസ് ലോബി കാണാം. അപ്പോൾ അതിൻ്റെ നേരെ തന്നെ ഫ്ലോർ എന്നാണ്, അതിൻ്റെ സീലിംഗ് എന്നാണ്, അതിൻ്റെ വാൾ ഫിനിഷസ് എന്നാണ്, സ്കേർട്ടിങ് എന്നാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ മാർക്കിനെ പറ്റിയാണ്. സെക്ഷൻ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ സെക്ഷൻസ് വേണ്ടി വരും. സെക്ഷൻസ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ
എവിടൊക്കെ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ കൺസ്ട്രക്ഷൻസിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആവശ്യമാണോ, ലെവൽ വ്യത്യാസവും ഹൈറ്റ് വ്യത്യാസവും ലെവൽ വ്യത്യാസവും ഒക്കെ നമുക്ക് അവിടെ കാണും. അപ്പോൾ അവിടെ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കാണും. അവിടെയൊക്കെ നമ്മൾ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നാലേ നമ്മളിവിടെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള സെക്ഷൻ മാർക്ക് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഈ സെക്ഷൻ മാർക്കിൽ നമ്മൾ ടാഗ് കൊടുക്കും ഡ്രോയിങ് എന്ന് വെച്ചാൽ അതൊരു സെപ്പറേറ്റ് ഡ്രോയിങ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഷീറ്റിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, A412 D1C ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വരുന്നത് ഗ്രിഡിലേക്കാണ്. ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിനെ ഒരു ഡ്രോയിങ്ങിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. ഓരോ ഏരിയയും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഗ്രിഡിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്രിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഈ ഗ്രിഡ് നോർമലി ചെയ്യുന്നത് നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ്ങിലാണ് ഗ്രിഡ് ചെയ്യുന്നത്. അത് നമ്മൾ കോളത്തെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ പിന്നീട് നമ്മൾ ആർക്കിടെക്ചറൽ ലേബിളിലേക്ക് നമ്മളത് സൂപ്പർപോസ് ചെയ്യുകയാണ്. സൂപ്പർപോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പം സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ് നമ്മൾ ഗ്രിഡ് പോകുന്നത് തന്നെ. അപ്പം ഗ്രിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ അടുത്ത വന്നാൽ നമ്മൾ ലെവൽസ്. അപ്പോൾ ഒരു ഡ്രോയിങ്ങിനെ സംബന്ധിച്ച് ഡ്രോയിങ്ങിനകത്ത് പല പല ലെവൽ വേരിയേഷൻസ് കാണും. അപ്പം വേരിയസ് ലെവൽസ് കാണും. അപ്പം അത് നമ്മൾ ശരിക്കും നമ്മൾ ഓരോ ഏരിയയിലും നമ്മളത് മാറുന്നതനുസരിച്ച് നമ്മൾ ലെവൽ കൊടുത്തിരിക്കണം. അപ്പോൾ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ സ്ലാബ് ലെവലും നമ്മൾ കൊടുക്കണം, ഫിനിഷിംഗ് ഫ്ലോർ ലെവലും കൊടുക്കണം. FFL എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ഫ്ലോർ ലെവലെ ഇപ്പോൾ നിങ്ങളിവിടെ കാണാൻ നിങ്ങൾക്ക് 0.00, അതിൻ്റെ 0.08 ആണ് SSL. അതിപ്പോൾ മീറ്ററിലാണ് ഇവരെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. SSL സ്ട്രക്ചറൽ സ്ലാബ് ലെവൽ. അപ്പം ഇത് രണ്ടും നമ്മൾ എവിടെയൊക്കെ നമ്മൾ വേരിയേഷൻസ് വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. അത് മെയിൻ ഒരു ഇൻഫർമേഷനാണ്. പിന്നെ അടുത്ത ഡോർ ടാഗിനെ സംബന്ധിച്ചിടത്തോളം ഡോർ ടാഗ് ഒരു ഡ്രോയിങ്ങിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഡോർ ടാഗിന് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ഡോർ ടാഗ് നമ്മൾ ചെയ്യുന്നത് ഡോർ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഡോറിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഡോർ ടാഗ് നമ്മൾ കൊടുക്കുന്നത്. ഡോർ ടാഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഷെഡ്യൂളിൽ നിന്ന് അറിയാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ പല പല ഡിസിപ്ലിൻസ് ഉണ്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് നമുക്ക് ഈ ആർക്കിടെക്ചറിൽ കൂടാതെ സ്ട്രക്ചറിൽ വരാം, അതുപോലെ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് വരാം, അതുപോലെ മെക്കാനിക്കൽ വരാം, ഇലക്ട്രിക്കൽ വരാം, പൈപ്പിംഗ് ഉണ്ട്, പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് വരാം. ഇതെല്ലാം ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസിപ്ലിൻസ് ആണ്. അന്നേരം ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഹൈ പ്രൊഫൈൽ ജോബാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹെവി വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള സ്കിൽസും ടെക്നിക്കൽ നോളജും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അതുണ്ടെങ്കിലേ പ്രോപ്പർ ടൈമിൽ നമുക്ക് ജോബ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതില്ലാത്തവരാണ് നമ്മൾ വിസിറ്റിംഗ് വിസയിലും മറ്റുമൊക്കെ എബ്രോഡൊക്കെ പോയിട്ട് ജോബിന് ട്രൈ ചെയ്തിട്ട് അവർ ജോബ് ലഭിക്കാതെയൊക്കെ തിരിച്ചു വരുന്നവരൊക്കെ. അപ്പം ഇതിനാവശ്യമുള്ള സ്കിൽസും ടെക്നിക്കൽ നോളജും ഒക്കെ നമ്മളിവിടെ അതിനുള്ള ട്രെയിനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9846440170. കൂടുതൽ വീഡിയോസിനായി പ്ലാനറ്റ്സ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.